ഇന്ന് അമ്മമ്മേൻ്റെ വീട്ടിൽ പോവാട്ടാ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണേ. അന്നേരം ഇവിടെ വീട്ടിൽ പണിയെടുക്കുന്നുണ്ട്. അന്നേരം ഏണി ഇവിടെ ഇല്ല. ഞങ്ങൾ അവിടെ വളപ്പിൽ എന്തെല്ലാം പണി ചെയ്യാൻ നേരം അവിടെ കൊണ്ടുവച്ചു. അന്നേരം എടുത്തിട്ടില്ല. അന്നേരം ഇന്ന് പെട്ടെന്ന് വൈകുന്നേരം ഞങ്ങൾ തീരുമാനിച്ചു ഒന്ന് അമ്മമ്മേൻ്റെ വീട്ടിൽ വരെ പോയിട്ട് വരാമെന്ന്. അന്നേരം ശ്രീശേൻ്റെ നന്ദുവിൻ്റെ അടുത്തേക്ക് പോവാട്ടാ. പോയപാട് തിരിച്ചു വരും, അവിടെ നിൽക്കുമൊന്നുമില്ല. അന്നേരം ഞാനും മോനും അമ്മയും അച്ഛനും കൂടിയാട്ടാ പോകുന്നത്. കണ്ടോ, വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു. അന്നേരം ഇന്ന് ഏണി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവർ പണിയെടുത്തില്ല. അന്നേരം ഇന്ന് ഏണി എടുത്തിട്ട് വന്നിട്ട് വേണം നാളെ അവർക്ക് പണിയെടുക്കാൻ. നമ്മൾ പോവാ പറ. അന്നേരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. 6 മണി കഴിഞ്ഞു. എൻ്റെ വീട് ഇളയാവൂരാണ്, നേരം കണ്ണൂർ. ഇനി അമ്മമ്മേൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ശ്രീണ്ടാവൂരം എത്തണം. അന്നേരം ഇപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 7 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് 7:30 ആകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും. അച്ഛൻ്റെ വണ്ടിയിൽ തന്നെ ആട്ടോ പോകുന്നത്. ഇതാണ് അച്ഛൻ്റെ വണ്ടി. നമ്മുടെ എവിടെയാ പോകുന്നത്? പോകാൻ പോകുന്നുണ്ടാ? നല്ല റോഡ്. അങ്ങനെ നമ്മൾ ചേലോറ എത്തിയേട്ടാ. ഇവിടെ ഒരു സ്കൂളുണ്ട്, ചേലോറ സ്കൂള്. അവിടെയാണ് ഞാൻ പഠിച്ചത്, ഹയർ സെക്കൻഡറി സ്കൂൾ. അങ്ങനെ നമ്മൾ മതുക്കോത്തെത്തി. ആ സ്ഥലത്ത് കണ്ട കണിക്കൊന്ന പൂത്തിട്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ. എല്ലായിടത്തും ഇപ്പം കണിക്കൊന്ന പൂത്തിട്ട്. വിഷു ആകുമ്പോഴത്തേക്ക് ഒന്നും ഉണ്ടാവില്ല, നേരത്തെ പൂത്ത് തീരും. ഓന്റെ പണി കണ്ടില്ല, ഗീർ മാറ്റല്, കള്ളടിക്കല്. ഇപ്പൊ നമ്മട് കാണിച്ചത് ഗീർ മാറ്റീനാ. വൈകുന്നേര സമയമായണ്ടേ, ഫുള്ള് വണ്ടികളും ആൾക്കാരും എല്ലാം. ഞങ്ങളങ്ങനെ വലിയന്നൂർ എത്തിയേട്ടാ. നാളെ ഇവിടെയാണ് നമുക്ക് എലക്ഷൻ. ഇവിടെ ഒരു സ്കൂളിലാണ് വരേണ്ടത്, ധർമ്മോദയം എന്ന് പറഞ്ഞ സ്കൂൾ. നമ്മൾ അടുത്തുള്ളൊരു ബേക്കറിയിൽ നിർത്തിയേട്ടാ. നന്ദൂട്ടിക്കും ശ്രീശക്കൻ എന്തെങ്കിലും തിന്നാൻ മേടിക്കണ്ടേ, അതുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് ബേക്കറിയിൽ നിന്ന് കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇവിടുന്ന് ഈ ബേക്കറിയിൽ നിന്നാണ് വാങ്ങുക. ചതുരക്കണ്ടുള്ള ഗ്രാൻഡ് ബേക്സ് എന്ന് പറഞ്ഞ ബേക്കറി. അതിന് നോക്കുന്നുണ്ട് കേട്ടോ അച്ചാച്ചൻ എന്ത് വാങ്ങാനാ പോയേന്ന്. അമ്പട് ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, ഇതാ നോക്കിയേ. ഞങ്ങൾ വണ്ടി നിർത്തിയതിൻ്റെ ഓപ്പോസിറ്റ് കിഡ്സിൻ്റെ ഷോപ്പാന്ന് തോന്നുന്നു കേട്ടോ, പ്ലേ സ്റ്റോറിന്ന് പറഞ്ഞിട്ട്. പോയി ബേക്കറിയെല്ലാം വാങ്ങി ഞങ്ങളങ്ങനെ അവിടുന്ന് വിട്ടു. ഞങ്ങളെ വാരം കടവ് വഴിയാട്ടാ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വാരത്തെത്തി. അതിനോട് എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ഗിയർ മാറ്റണം വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. വിഷു ആവാറായതുകൊണ്ട് എല്ലായിടത്തും കണ്ട കണിക്കൊന്ന പൂത്തിട്ടുണ്ട്. അത് അവിടെയും ഇവിടെയും. ആരാ ഗിയർ മാറ്റുന്നേ? ഹൈനുവാ. ഓൾമോസ്റ്റ് വാരം കടവെത്തിയേട്ടാ. ഇവിടെ ഈ ഒരു ഈവനിങ് ടൈമിലും രാവിലെയൊക്കെ വന്നിരിക്കാൻ നല്ല അടിപൊളി നല്ല ലൊക്കേഷനാണ് കേട്ടാ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല കാറ്റാണ്.
ചില സ്ഥലങ്ങളിൽ പക്ഷെ വൃത്തിയായിട്ടൊരു സ്മെല്ലും കൂടി ഒപ്പരം അടിക്കും. ഞങ്ങളുടെ വീട്ടിൻ്റെ ഇങ്ങോട്ടേക്ക് വരാനും അത്രേ ദൂരമേ ഉള്ളൂ. കുറച്ചൊരു 10 മിനിറ്റോ 5 മിനിറ്റോ 5 മിനിറ്റിൽ 10 മിനിറ്റ് ഇടയ്ക്ക് തന്നെ നമുക്ക് ഇവിടെ എത്താം. ഞങ്ങൾ ഈ വഴിയും പോവാറുണ്ട് അമ്മമ്മേൻ്റെ അടുത്തേക്ക്. പിന്നെ ഇവിടെ എൻ്റെ അച്ഛമ്മേൻ്റെ വീട് ഇവിടെ അടുത്താണ്. അന്നേരം അങ്ങോട്ട് ഞങ്ങൾ വരാറുണ്ട്. അന്നേരം ഈ റൂട്ട് തന്നെ പോകുന്നതുകൊണ്ട് ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യും. ഈവനിങ് ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇതാണ് വാരംകടവ് പാലം. ഇതിപ്പോൾ വണ്ടിയിൽ പോകുന്നതുകൊണ്ട് കറക്റ്റ് ആ ഒരു വൈബ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഈ തോണിക്കാരെല്ലാം ഈവനിങ് ടൈം ആകുമ്പോൾ ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വലയൊക്കെ ഇട്ടതൊക്കെ വലിക്കാനല്ല വരാം. അന്നേരം ഈ ഒരു സൺസെറ്റിൻ്റെ ആ ഒരു ഇതിലെല്ലാം നല്ല രസമാണ് കാണാൻ. ഇവിടെ തന്നെ ഒരു ചായക്കടയുണ്ട് കേട്ടോ, അത് ആ സ്പോട്ടിൽ കോർണറിൽ. ഈവനിങ് ടൈം ആകുമ്പോൾ ഒരു നൈറ്റെല്ലാം ആകുമ്പോഴത്തേക്ക് അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ആഴ്ചയിലാവുമ്പോൾ വെള്ളം കുടിക്കുക. അങ്ങനെ നേരെ ഏകദേശം ഇരുട്ടി തുടങ്ങി കേട്ടോ. 6:48 ഞങ്ങൾ 6:30 ഒക്കെ ആകുമ്പോഴാണ് വിട്ടത്. ഇപ്പം നമ്മളങ്ങനെ വാരം റോഡെല്ലാം കഴിഞ്ഞു, ചേലേരി എത്താനായി. അങ്ങനെ നമ്മൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറി. പെട്രോളെല്ലാം അടിച്ചിട്ട് ഞങ്ങൾ ആദ്യം പോവാണ്. രസമില്ല ആകാശം കാണാൻ, അടിപൊളി. മയിലെത്തി കേട്ടാ. 8:6 അത് മയിൽ ഗ്രാമപഞ്ചായത്തിന് തന്നെ 8:6 അല്ലേ? 8:6 എത്തിയത്. എനിവേ ഇത്രയും എത്തുമ്പോഴത്തേനും ഭയങ്കര വിശപ്പ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങിയാൽ അവിടെയൊക്കെ വിശപ്പാണല്ലോ. അന്നേരം ചായ കുടിക്കാമെന്ന് വിചാരിച്ചേ. അന്നേരം എല്ലാ സ്ഥലത്തും ചായൻ്റെ കടി തീർന്നു പോയി. അന്നേരം വെറും ചായ കുടിക്കാൻ താല്പര്യമില്ല. അന്നേരം റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു ടീ ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് അച്ഛൻ പറഞ്ഞു അപ്പുറത്തേക്ക് വന്നാൽ ചായ കുടിക്കാൻ. അന്നേരം അപ്പുറത്തേക്ക് പോകാൻ മടിയായിട്ട് എന്നാണ് പറഞ്ഞത് ചായ വേണ്ട, ചായക്കടി മതി. വെള്ളവിടെ ഉണ്ടല്ലോ വണ്ടിയിൽ. അന്നേരം അച്ഛൻ ചായക്കടി വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. എന്താകുമ്പോഴൂ നമ്മൾ പോവാന്നേ. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പോകും. പിച്ചാ അച്ഛൻ വാങ്ങാൻ പോയിട്ടുണ്ട്. ഇതുവരെ വന്നിട്ടില്ല, ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. ടാറ്റ ചേട്ടാ. ഹൈനൂനില്ലേ ഇങ്ങനെ പുറത്തെല്ലാം പോകാൻ ഭയങ്കര താല്പര്യമാണ്. എപ്പോഴും വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ പറയും ബൂ പോണം വേണ്ടാ. ഓനിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം ഫുൾ ടൈം. രാവിലെ എണീക്കുമ്പോഴേ ഇങ്ങനെയാ പറയാം. അന്നേരം ഞാൻ വിചാരിക്കും എവിടെയെങ്കിലും പോകണമെന്ന്. അന്നേരം ഇന്ന് പെട്ടെന്ന് ഒരു പ്ലാനും ചെയ്തിട്ടില്ല ഇങ്ങനെ പോകണമെന്ന്. അന്നേരം വീട്ടിൽ പണിക്കാർ വന്ന സമയത്ത് ഏണിയില്ല പണിയെടുക്കാൻ. അന്നേരം ഞങ്ങളുടെ ഏണി വളപ്പിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അമ്മൂമ്മേൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടായി. അന്നേരം അന്ന് കൊണ്ടുപോയി അവിടെ വെച്ചതിന് ശേഷം എടുക്കാനൊന്നും നമ്മൾ പോയില്ല, മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അന്നേരം ഇന്ന് അച്ഛൻ പറഞ്ഞു പെട്ടെന്ന് പണിക്കാർ വന്നിട്ട് തിരിച്ചു പോയില്ല, നമുക്ക് ഇന്ന് അത് പോയി എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് ഞങ്ങളങ്ങനെ പോയതാണ്. പെട്ടെന്ന് അച്ഛൻ പണിയെല്ലാം കഴിഞ്ഞ് വന്ന ശേഷം അൺപ്ലാൻഡ് ആയിരുന്നു. എന്നിട്ട് പോയിട്ട് വരാം, പെട്ടെന്ന് ഇന്ന് പോയ പാട് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോകുന്നത്. അല്ലേ അമ്പിടോ? എനിക്ക് പോകണ്ട മതി. ഞാൻ എപ്പോഴും എവിടെയെങ്കിലും പോകട്ടെയാണ് പ്രിഫർ ചെയ്യാറ്. എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല എനിക്ക് അതാണ് ഭയങ്കര ഇഷ്ടം. ഹൈനൂന് പഴം നിറച്ചതാണ് വാങ്ങിയത്. ഹൈനൂന് അതാണ് ഭയങ്കര ഇഷ്ടം. നമ്മളത് കഴിക്കട്ടെ. പാവ തിന്ന് തുടങ്ങിയാ? പാവ തിന്നുവാ? ഇത് ഹൈനൂന് കൊടുക്കാനുള്ളതാണ്. ഞങ്ങള് മലപ്പട്ടം പാലെത്തി കേട്ടോ. നല്ല തണുത്ത കാറ്റുണ്ട്. ആക്ക് എരുള്ളതാണ്. കുറച്ച് അത്രപ്പാടൊന്നും കഴിക്കണ്ടടാ. ഓന് കടിച്ചാൽ കിട്ടൂല.
അതിനോന് ഇതാ വീട് എത്തി കേട്ടോ. അമ്മമ്മേൻ്റെ വീടിൻ്റെ താഴെയുള്ള ഇപ്പം ടൈം 8:08 നന്ദോട്ടിനെ കേട്ടാ അമ്മമ്മയല്ലേ ഇതാ ശ്രീഷ ശ്രീഷ നാണം പെണ്ണിനെ കളിച്ച് നാണം കൂട്ടുന്നു. നാണം വന്നു ചെക്കന്. ചേച്ചി വിളിച്ചേ, ഇവിടുത്തെ ചേച്ചിനെ വിളിച്ചേ, ചേച്ചി വിളിച്ചോ. നാണം വന്നു നാണം വന്നു നാണം വന്നു. കുഞ്ഞിരെ വളായിട്ട് അയ്യോ നാണക്കേട് നാണക്കേട്. അയ്യോ മാങ്ങ അച്ചാറ്, മുരിങ്ങയില തോരൻ, പപ്പടം, ചക്കക്കുരു മാങ്ങയും കറി വെച്ചത്, മുരിങ്ങക്കോലിട്ടിട്ടാണ്. ഫുഡ് കഴിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകട്ടോ. ടാറ്റാ.